സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ എല്ലാ തവണത്തെയും പോലെ നമ്മുടെ നൈക്ക ഹോട്ട് പിങ്ക് സെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ തന്നെ നമ്മൾ മിന്ത്ര ഹോൾ ചെയ്തപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിൽ വരുമ്പോൾ പറയണ്ടേ, സെയിൽ വരുമ്പോൾ മേടിച്ചതിന് ശേഷം സെയിലിൽ നിന്ന് നമ്മൾ വിലക്കുറവിന് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ളത്. അത് ശരിയാണ്. പക്ഷെ മിന്ത്രയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രസ്സല്ലേ. അപ്പോൾ ഈ സെയിൽ വരുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റയിൽ വന്ന് പറയാറുണ്ട്, ശരിയാണ്, ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ വന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അത് ഞാൻ വിട്ടുപോയി കേട്ടോ. സെയിലിൻ്റെ സമയത്ത് നമ്മൾ ഔട്ട്ഫിറ്റ് വന്ന് അത് ഇട്ട് നോക്കി കഴുകിയതിന് ശേഷമൊക്കെ അല്ലേ പറയണം. അപ്പം ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പിന്നീട് ഇനി സെയിൽ വരുമ്പോൾ മേടിക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ അതിൻ്റെ ഹോൾ വീഡിയോ ചെയ്തു. പക്ഷെ നൈക്കി ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഓൾറെഡി മേക്കപ്പ് നമ്മൾ മേടിച്ച് വെച്ചത്, കുറേ നാൾ ഉപയോഗിച്ചത്, റിവ്യൂ പറയാനുള്ളത് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സെയിൽ വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അവർ നൈക്ക തന്നെ നമ്മളെ മുന്നേ അറിയിക്കുകയും ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമുക്ക് മുൻകൂട്ടി ചെയ്യാൻ പറ്റാറുണ്ട്. ഇത്തവണ നൈക്കിയുടെ കവർ കണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഇത് ഇങ്ങനെ PR ആയിട്ട് സെൻഡ് ചെയ്യണതാണ്. അതായത് യൂട്യൂബേഴ്സിനും അതേപോലെ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഒക്കെ ബ്രാൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവർ, അതല്ലെങ്കിൽ തന്നെ റാൻഡമായിട്ട് അവർക്ക് തോന്നുന്ന ഇങ്ങനെ കുറച്ച് പേർക്ക് കുറച്ച് പ്രോഡക്ട്സ് വെച്ചിട്ട് സെൻഡ് ചെയ്യണതാണ്. ഇൻ കേസ് ഹോൾ വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ചിലർ പറയാറുണ്ട് അവർ ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയില്ലല്ലോ എന്നുള്ളത്. അത് ഇപ്പം ഞാനും ഇങ്ങനെ ചുമ്മാ നയിക്കുന്നൊന്ന് ഓർഡർ ചെയ്യുമ്പോൾ നമുക്കാണെങ്കിലും അങ്ങനെ കിട്ടില്ല. ഇതവർ ബ്രാൻഡ് അയച്ചു തരണമെന്നേ ഉള്ളൂ. ഇപ്പം എന്തായാലും എനിക്ക് കൊറിയറൊക്കെ കൊണ്ടുപോകാൻ 2-3 പാക്കറ്റ്സ് കൊറിയറൊക്കെ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൊണ്ടുപോകാമല്ലോ. അങ്ങനെ ഇതിൽ ഇത്തവണ ഉണ്ടല്ലോ ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചൊന്നുമില്ലേ. കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ തന്നിട്ടുണ്ട് ഇത്തവണ. നമുക്ക് പ്രോഡക്ട്സിനെ കുറിച്ച് സംസാരിക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ ഇത് പറയാം നമുക്ക്. ദ ഓർഡിനറി ഗ്ലൈക്കോളിക് ആസിഡ് 7% ടോണിങ് സൊല്യൂഷൻ. അപ്പം ഇപ്പം ഞാൻ പറയണതിൻ്റെ ഡിസ്കൗണ്ട് എത്രയാണെന്ന് എനിക്ക് അത്ര ധാരണയില്ല. പക്ഷെ ഞാനിവിടെ ഇടാം, അതല്ലെങ്കിൽ നൈക്കയിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഷോർട്സ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് പലതരത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഡാർക്ക്നെസ് ഒക്കെ മാറ്റാൻ ഭയങ്കര നല്ലതാണ്. ഇത് എന്തൊരു പോപ്പുലറാണെന്നറിയോ. ഒരുപാട് പേര് ഇത് യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ പേർക്ക് പറ്റാണ്ടി ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. 7% ഗ്ലൈക്കോളിക് ആസിഡ് എന്നൊക്കെ പറയുമ്പോൾ അത് ബിഗിനേഴ്സ് ഒന്നും ട്രൈ ചെയ്യാനേ പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ പല ആസിഡ്സും ട്രൈ ചെയ്ത് നോക്കി നമ്മുടെ സ്കിൻ അതിനോട് യൂസ്ഡ് ആണ്. ആദ്യമേ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ഈ 7% ഒന്നും യൂസ് ചെയ്യരുത്. നമുക്ക് 1% ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ കിട്ടും, അത് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാൻ ഇത്രയും പൊളി സാധനം വേറെ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. പലതരത്തിൽ യൂസ് ചെയ്യാം. ടോണർ പോലെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. ആഴ്ചയിൽ ഒരു തവണയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. മുഖത്തും കഴുത്തിലും ഒക്കെ. അണ്ടർ ആംസിൽ അടിപൊളിയാണ്. ഞാൻ 2 to 3 തവണ ആഴ്ചയിൽ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ അണ്ടർ ആം ഡാർക്ക്നെസ് കുറയാൻ വലിയൊരു പങ്ക് വഹിച്ചത് ഈ ഗ്ലൈക്കോളിക് ആസിഡ് തന്നെയാണ്. നമുക്ക് ഉപ്പുറ്റിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി സോഫ്റ്റ് ആവും നമ്മുടെ സ്കിൻ. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് കഴുകി കളയണേ. പിന്നെയും പല പല വഴികളുണ്ട്. എൽബോസ്, നമ്മുടെ മുട്ടിൻ്റെ അവിടെയുള്ള കറുപ്പ് ഇതൊക്കെ ഉണ്ടല്ലോ, അതേപോലെ കാൽമുട്ടിൻ്റെ അവിടെ കറുപ്പ് നിറം കൂടുതലുണ്ടാവുമല്ലോ, അതൊക്കെ കുറച്ചൊക്കെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് 240 ml ഉണ്ട്. അതായത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിനൊരു 1000-1200 രൂപയാണ് കേട്ടോ വില ഉണ്ടാവുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം സെയിം എഫക്റ്റ് ആണെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത് ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം 6% ആണ് കേട്ടോ. ഇത് ക്രീമായിട്ട് കിട്ടുന്നതാണ്. ഇത് 30 ഗ്രാമിന് 200-300 സംതിങ് ആണ്. ഇത് ഫാർമസി പ്രോഡക്റ്റ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്നും പ്രഗ്നൻസി സേഫ് അല്ല കേട്ടോ. അപ്പോൾ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അത് മാറ്റി വയ്ക്കുക. പക്ഷെ ഞാൻ ഇതിനെക്കാട്ടിലും കൂടുതൽ ഇതിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഒരു ഫാർമസി പ്രോഡക്റ്റ് ആയിട്ടുള്ളതല്ല അത്. നമുക്ക് അങ്ങനെ നൈക്ക, ആമസോൺ, ഏത് വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിലും മേടിക്കാവുന്നതാണ്. അത് മാത്രമല്ല ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ വേണമെങ്കിൽ ഒന്ന് ഡെർമാറ്റിൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യണം. അത് മാത്രമല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം യൂസ് ചെയ്യുക, പിന്നെ ആഴ്ചയിൽ 2 തവണ അങ്ങനെ യൂസ് ചെയ്ത് വരണം കേട്ടോ. അതല്ലാണ്ട് ഒറ്റയടിക്ക് യൂസ് ചെയ്യുക. അപ്പോൾ പുറത്ത് പോണ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സൺസ്ക്രീൻ സ്പ്രേ മേടിക്കാൻ വെച്ചിട്ട് 3 എണ്ണം മേടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ 3 എണ്ണം ട്രൈ ചെയ്ത് നോക്കി. ഈ സൺസ്ക്രീൻ സ്പ്രേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര എഫക്റ്റീവ് അല്ല കേട്ടോ. ശരിക്കും നമ്മൾ ആക്ച്വൽ സൺസ്ക്രീൻ ക്രീം രൂപത്തിലുള്ളത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ അത്ര എഫക്റ്റീവ് അല്ല സ്പ്രേ. അത് നമുക്ക് എന്തായാലും അറിയാം. കാരണം ആ ക്വാണ്ടിറ്റി മതിയാവണില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ റീഅപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും ആ ക്രീം തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ. ഞാൻ മൈക്കിലേക്കാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ആ ഒരു
ടൈമിൽ ഇത് നല്ലതാണ്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 രൂപയുടെ അറൗണ്ട് ഉള്ള സൺസ്ക്രീൻ സ്പ്രേസ് ആണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പോൾ ഡിസ്കൗണ്ടിൽ ഉണ്ടാവും. ഇത് അക്വോളജിക്ക സൺസ്ക്രീൻ ആണ്, ഡീറ്റാൻ സ്പ്രേ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കാണണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഇങ്ങനെ വെള്ള തുള്ളികളായിട്ടാവും ഉണ്ടാവുക. അപ്പം ഇത് ഉണങ്ങിയാലേ ആ ഇത് മാറുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ. അപ്പോൾ പിന്നെ സൺസ്ക്രീൻ സ്പ്രേയുടെ ആവശ്യം എന്താ എന്ന് ചോദിക്കുന്നതിൽ ഒരു കാര്യമുണ്ടല്ലോ. ഞാൻ ഉണ്ടല്ലോ ഡെർമാറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ സൺസ്ക്രീൻ സ്പ്രേ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കോള എന്ന് പറഞ്ഞൊരു ബ്രാൻഡോ, എനിക്ക് ബ്രാൻഡിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അതിങ്ങനെ എനിക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല എവിടെയും, പക്ഷെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അതിന് നല്ല വിലയുണ്ട് കേട്ടോ. 3000 രൂപയ്ക്കുണ്ടായിരുന്നു. എൻ്റെ നെഞ്ച് തകർന്നു. ഈ സൺസ്ക്രീൻ സ്പ്രേക്കൊക്കെ നമ്മൾ 3000 രൂപ കൊടുത്ത് മേടിച്ചിട്ട് എന്നിട്ട് ഞാൻ അത് പൊന്നുപോലെ കൊണ്ട് നടന്ന് മലേഷ്യയിലേക്കൊക്കെ പോയ സമയത്ത് അതായിരുന്നു കേട്ടോ ഉപയോഗിച്ചത്. അത് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. അപ്പം അതിനൊരു ഡ്യൂപ്പ് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്വേഷിച്ചതിന് എനിക്കൊരു ഗുണം കിട്ടി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെർമാക്കോൻ്റെ 1% ഹൈഡ്രോണിക് ക്വിക്ക് എക്സോർബിങ് സൺസ്ക്രീൻ സ്പ്രേ ആണ്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള വെള്ളത്തുള്ളികളില്ല കേട്ടോ. ഇങ്ങനെ ഡ്രൈ ആവാൻ വിട്ടാൽ മതി. അപ്പോൾ നമുക്ക് മുഖത്തും കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വില വന്നിട്ട് 600 സംതിങ് ആണ്. പക്ഷെ നമുക്കൊരു 500 അറൗണ്ടിലൊക്കെ കിട്ടണം കേട്ടോ. ഞാൻ ഒന്ന് മുഖത്തടിച്ച് കാണിക്കാം. സൺസ്ക്രീൻ സ്പ്രേ അപ്ലൈ ചെയ്ത് എന്താ ഞാൻ പറയാൻ വന്നത്, ഒരു 10 സെക്കൻഡെങ്കിലും വെയിറ്റ് ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ അത് തന്നെ ശ്വസിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചുമയ്ക്കാൻ വരും. അതുപോലെ കണ്ണ് ചിലപ്പോൾ നീറാൻ ചാൻസ് ഉണ്ട്. അയ്യോ അടിപൊളിയല്ലേ. ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയാണ്. ഡെർമാക്കോൻ്റെ സൂപ്പറാണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും ഗോവയ്ക്ക് ഇതായിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവുക. അക്വോളജിക്കയും അതേപോലെ തന്നെ ഡോക്ടർ ഷെത്തും ഇത് രണ്ടും അടിപൊളി ബ്രാൻഡ് തന്നെയാണ്, നല്ല എഫക്റ്റീവും ആണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറുതായിട്ടുള്ള ഈ വെള്ളത്തുള്ളികളുണ്ടല്ലോ അത് വരുന്നുണ്ട്. അതുപോലെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണം. അപ്പോൾ ഒരു സൺസ്ക്രീൻ സ്പ്രേയുടെ ഒരു ഉപയോഗം പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിട്ടോ. അപ്പോൾ വിന്നർ എന്ന് പറയുന്നത് ദേവനാണ്. ഡെർമാക്കോൻ്റെ 1% ഹൈഡ്രോണിക് ആസിഡ് ക്വിക്ക് അബ്സോർബിങ് സൺസ്ക്രീൻ. സൂപ്പറായിട്ട് റീഅപ്ലൈ ചെയ്യാം. പ്രൈസ് വൈസും വലിയ കുഴപ്പമില്ല. സാധാരണ സൺസ്ക്രീൻ സ്പ്രേ വെച്ച് നോക്കുമ്പോൾ ഇത് കുറേ കൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാ തവണത്തെയും പോലെ ഞാൻ 2-3 മോയ്സ്ചറൈസർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഓഫർ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യണത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും മേടിക്കാനാണ്. കാരണം നമുക്കത് ഭയങ്കര അത്യാവശ്യമാണല്ലോ. അതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത്. അപ്പോൾ അത് 1-2 എക്സ്ട്രാ മേടിച്ച് വെച്ചാലും കുഴപ്പമില്ല. അത് നമുക്ക് തീർന്നു പോകാനുള്ള ഒരു അവസരം ഉണ്ടാവരുത്. ഇപ്പോൾ എൻ്റെ സ്കിൻ എന്ന് പറയണത് ആദ്യം നോർമലൊക്കെ ആയിരുന്നു. പ്രായം ചെല്ലും തോറും എൻ്റെ സ്കിൻ ഡ്രൈ ആയി വരികയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ സെറാവയുടെ. ഫസ്റ്റ് ഞാൻ പറയട്ടെ, എമോളിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അത് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഫാർമസി പ്രോഡക്റ്റ് ആണ്. അത് നല്ലത് തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി യൂസ് ചെയ്യും. നമുക്ക് റിവ്യൂ പറയാനും വേണമല്ലോ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ വേറൊരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ സെറാവെ അടിപൊളി ബ്രാൻഡാണ് കേട്ടോ. മോയ്സ്ചറൈസർ, ക്ലെൻസർ, അതിനൊക്കെ വേണ്ടിയിട്ട് നല്ല ബ്രാൻഡാണ്. എനിക്ക് അവരുടെ നല്ലോണം ഇഷ്ടപ്പെട്ട ഒന്നാണ് മോയ്സ്ചറൈസിങ് ക്രീം ഫോർ ഡ്രൈ ടു വെരി ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. ഈ മോയ്സ്ചറൈസറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈവൻ ദോ ഡ്രൈ സ്കിന്നിനാണെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഒരു ഓയിലി ആയിട്ടുള്ള ഒരു ഫീലേ ഉണ്ടാവില്ല കേട്ടോ. സാധാരണ നമുക്ക് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഷൈനായിരിക്കും. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ. എനിക്കത് ഇഷ്ടമാണ്, പക്ഷെ എപ്പോഴും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്കിത് നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് തോന്നി. എന്നാൽ കുറച്ചും കൂടി വില കുറവിനുള്ളത് നോക്കുകയാണെങ്കിൽ, അതായത് 500 രൂപയുടെ നോക്കുകയാണെങ്കിൽ സെറാവയുടെ ഈ മോയ്സ്ചറൈസിങ് ലോഷൻ ഉണ്ട്. ഇതും ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ചും കൂടി ഒരു ലൂസ് ഇതിലാണ് വരുന്നത്. പക്ഷേ ഇതും അതെ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഓയിലി ആക്കില്ല, എന്നാൽ നല്ലോണം നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ്ഡ് ആക്കി നിർത്തുകയും ചെയ്യും കേട്ടോ. പിന്നെ അടുത്തൊരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് റൈസ് സെറമൈഡിൻ്റെ ആണ്. ഞാൻ എപ്പോഴും മോയ്സ്ചറൈസർ നോക്കുമ്പോൾ ഉണ്ടല്ലോ സെറമൈഡ്സ് ഉള്ള മോയ്സ്ചറൈസർ നോക്കും. നമ്മുടെ സ്കിൻ ബാരിയർ ഉണ്ടല്ലോ അത് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ശരിയാക്കി എടുക്കാനായിട്ട് വളരെ നല്ലത്. ഒരു ഹെൽത്തി ഗ്ലോ ഉണ്ടല്ലോ അത് തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇത് ഏതിൻ്റെ ആയിരുന്നു? ഇത് ഫേസ് ഷോപ്പിൻ്റെ ആണ്. ഇത് കുറച്ച് വിലയുണ്ട്, പക്ഷെ നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു ഡബ്ബയിലാണ് കേട്ടോ വരുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ഇത് കുറച്ച് തിക്കായിട്ടുള്ളതാണ്. നമുക്ക് ഇതേപോലെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. വലിയ മണമൊന്നുമില്ല. അപ്പോൾ ഈ സെറമൈഡ്സ് ഉള്ള മോയ്സ്ചറൈസർ നോക്കുകയാണെങ്കിൽ ഇത് നല്ലത് തന്നെയാണ്. അടുത്തത് ഈ വീനസ് ലവ് റേസറാണ് കേട്ടോ. ഞാൻ ഇപ്പം അങ്ങനെ അധികം റേസർ യൂസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന കാരണം
എനിക്കിപ്പം ഹെയർ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞു കേട്ടോ, ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി കാലുമ്മലത്തെയും കൂടെ 2 സെഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ലേസർ നിർത്തുകയായി. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, മാസം ചെയ്യേണ്ടതാണ്. എന്നിട്ട് അതിന് തന്നെ എനിക്ക് പോകാൻ സമയം കിട്ടാണ്ട് ചിലപ്പോൾ മാസത്തിലൊന്നും ചെയ്യില്ല, ഞാൻ 2 മാസത്തിലൊരിക്കലൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഒന്ന് കുറയും കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ അണ്ടർ ആംസിൻ്റെ കഴിഞ്ഞു, എൻ്റെ കൈമലത്തെ കഴിഞ്ഞു. അണ്ടർ ആംസും കൈയും കാലും മാത്രമാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ റേസറിൻ്റെ ആവശ്യം വരാറില്ല. പക്ഷെ കാല് ഈ പറഞ്ഞ പോലെ അധികം ചെയ്തിട്ടില്ലല്ലോ ലേസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അപ്പോൾ ഷേവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇവൻറ്റ് ഉണ്ടായിരുന്നില്ലേ ഗൂഗിളിൻ്റെ ഓഫീസിൽ പോണത്, അപ്പോൾ കുറച്ച് ചെറിയ സ്കേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാലുമ്പോൾ ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണിത്. ഇത് നമുക്ക് നൈക്കയും സാധാരണ എല്ലാവിടെയും നമുക്ക് കിട്ടണതാണ് കേട്ടോ. ഷേവ് ചെയ്യുന്നതിൽ എൻ്റെ അനുഭവം കൊണ്ട് പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബ്ലേഡിൻ്റെ മൂർച്ച കുറഞ്ഞിട്ട് നമ്മൾ അത് വെച്ചിട്ട് തന്നെ ഷേവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ കൂടും. പിന്നെ മുറിവുകൾ പെട്ടെന്ന് അവിടെ എവിടെയും കട്ട്സും ഒക്കെ വന്നിട്ട് ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ റേസർ എപ്പോഴും നല്ല, അതായത് പുതിയ റേസർ വെച്ചിട്ട് തന്നെ ഷേവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പിഗ്മെൻറ്റേഷൻ വരില്ല. എനിക്കൊക്കെ പിഗ്മെൻറ്റേഷൻ കൂടാൻ കാരണം അണ്ടറാം ഞാൻ എപ്പോഴും ഷേവ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മൂർച്ച കുറഞ്ഞതൊക്കെ ആണെങ്കിൽ പിഗ്മെൻറ്റേഷൻ കൂടാറുണ്ട്. അതല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ചൊറിച്ചിലായി ഷേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. വാക്സ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് വേറെ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ലേസർ ചെയ്ത് ആ പണി അങ്ങോട്ട് തീർക്കാമെന്ന്. അതിന് നല്ലൊരു ആശ്വാസം ഉണ്ട്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്, എല്ലാവർക്കും ഇതിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ പിന്നെയും പറയട്ടെ, നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഏകദേശം 1 വർഷത്തേക്കുള്ള ഒരു ഇതാണ് കൊടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സെഷൻസ് നമുക്കൊരു 7 to 8 സെഷനെങ്കിലും മിനിമം ചെയ്യണം. ഓരോ മാസം ഇടവിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം 1 വർഷത്തെ ഒരു ഇതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് കഴിയുമോ, അത്രയും നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. എടുത്ത് എപ്പോഴും ഈ കാര്യം ചോദിക്കാറുണ്ട്, ലേസറിൻ്റെ കാര്യം. അതാണ് ഞാൻ പിന്നെയും പല വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറയണത്. അപ്പോൾ അത് കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ഒരു അണ്ടർ ഐ ക്രീം ഉണ്ട് കേട്ടോ. അണ്ടർ ഐ ക്രീം ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ അണ്ടർ ഐ ക്രീമിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവഞ്ച്വലി എന്താണെന്നറിയില്ല, എനിക്ക് ഒരു എഫക്റ്റ് തോന്നുന്നുണ്ട്. 24 മണിക്കൂർ സ്ക്രീൻ നോക്കിയിരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എഡിറ്റ് ചെയ്യണം, പിന്നെ ഫോൺ നോക്കിയിരിക്കും, പിന്നെ ഈ ലൈറ്റ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റ് അല്ലേ. അപ്പോൾ ഇതിലിരിക്കുമ്പോൾ എന്തായാലും കണ്ണ് ഭയങ്കര ടയേർഡാണ്. അതിനേക്കാളിനൊക്കെ കൂടുതൽ ഉറക്കം ഭയങ്കര കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതൊക്കെ ഡെർമാക്കോ ആണല്ലേ. ഡെർമാക്കോൻ്റെ സ്നെയിൽ പെപ്റ്റൈഡ് നല്ലതാണ് കേട്ടോ. നമ്മൾ ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് നല്ല മോയ്സ്ചറൈസിങ് ആണ്. ഇത് കുറച്ചെടുത്ത് കണ്ണിൻ്റെ താഴെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ചെറുതായിട്ടൊന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാട്ടോ. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല എഫക്റ്റീവാണ്, നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ടാവും. കണ്ണിൻ്റെ താഴെയുള്ള ചുളിവുകളൊക്കെ ഉണ്ടല്ലോ, അത് ഒന്ന് കുറയ്ക്കാനല്ല, ആക്ച്വലി അധികം വരാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിന് നല്ലതാണ്. പിന്നെ സൺസ്ക്രീൻ ഞാൻ 2 ഓപ്ഷൻസ് പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് എപ്പോഴും പറയണ പോലെ തന്നെ ഡോട്ട് ആൻഡ് കീയുടെ വിറ്റമിൻ സി സൺസ്ക്രീൻ ആണ്. SPF 50 ഉണ്ട്, PA++ ഉണ്ട്. എപ്പോഴും ഞാൻ പറയാറില്ല, ഇത് ഭയങ്കര നല്ലതാണ്. ഒരു 500 രൂപ ഒക്കെ അറൗണ്ടാണ് ഇതിന് ഉണ്ടാവുക എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല കേട്ടോ, 445 രൂപയാണ്. പക്ഷെ നമുക്ക് അതിലും കുറവിൽ എന്തായാലും കിട്ടും. നല്ല സൺസ്ക്രീനാണ്. ഒരു 400 രൂപയ്ക്കൊക്കെ കിട്ടുകയാണെങ്കിൽ പൊളിയാണ്, അടിപൊളിയാണ്. അത്യാവശ്യം നമുക്ക് നല്ലോണം യൂസ് ചെയ്യാനും ഉണ്ട്, നല്ല എഫക്റ്റീവാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അക്വാലോജിക്കയുടെ ഡ്യൂയി സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതിന് രണ്ടിനും ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ വില വന്നിട്ട് 599 രൂപ. പക്ഷെ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും. ഇതും ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല. അപ്പോൾ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഡ്യൂയി സൺസ്ക്രീൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതെല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നിനും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഡോട്ട് ആൻഡ് കീയുടെ വിറ്റമിൻ സി സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ. പിന്നെ മോയ്സ്ചറൈസറിൻ്റെ കാര്യത്തിൽ ഒരെണ്ണം കൂടിയുണ്ട് കേട്ടോ. എക്കോളജിക്കയുടെ 5 ബാരിയർ ഹൈഡ്രാ ജെൽ മോയ്സ്ചറൈസർ ആണ്. ഇതിൽ അവക്കാഡോ, അതേപോലെ തന്നെ 5 എസെൻഷ്യൽ സെറമൈഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ സെറമൈഡ്സ് ഉള്ള മോയ്സ്ചറൈസർ തപ്പി ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ. ഇതിന് 399 രൂപയാണ്, പക്ഷെ ഡിസ്കൗണ്ടിലുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ജെൽ കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് ഭയങ്കര നല്ലതാണ്. ഇതേപോലെ കുറച്ച് മാത്രം എടുത്തിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റെന്നോ ഒട്ടും തന്നെ നമ്മുടെ സ്കിന്നിനെ ഓയിലി ആക്കില്ല. എന്നാൽ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല കൺസിസ്റ്റൻസിയാണ്. പിന്നെ മേക്കപ്പ് ഒക്കെ ഇതിൻ്റെ മീത് അപ്ലൈ ചെയ്താലും ഒരു പിരിപിരിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഈ ഗ്ലാസ് സ്കിന്നിൻ്റെ ഒരു ഷൈനില്ലേ,
അതുപോലെ തരാൻ നല്ലതാണ്. പിന്നെ ഒരു ബോഡി മോയ്സ്ചറൈസർ പറയാം, ഇത് അത്യാവശ്യം നല്ലതായിട്ടുള്ളതാണ്. ഇത് വാസ്ലിൻ്റെ ഗ്ലൂട്ടാ ഹൈ ഫ്ലോലെസ് ഗ്ലോ സൺസ്ക്രീൻ സിറം ഇൻ ലോഷനാണ്. ഇത് കുറേ പേര് ഉപയോഗിച്ചിട്ടുണ്ടാവും. നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് 300 രൂപയാണ് ഇതിനുള്ളത്. പക്ഷെ നല്ല എഫക്റ്റീവാണ് കേട്ടോ, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. ഈ ബോഡി നമ്മൾ പലപ്പോഴും ഒഴിവാക്കുന്നൊരു സംഗതിയാണ്. നന്നായിട്ട് ഫേസൊക്കെ നന്നായി ടേക്ക് കെയർ ചെയ്യും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ചിലർക്ക് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്താലും നമ്മുടെ സ്കിൻ ടോണിൽ വ്യത്യാസം ഉണ്ടാവട്ടെ. ഞാൻ നന്നായിട്ട് നോക്കുന്ന ഒരാളാണ്. ബോഡി ആണെങ്കിലും എക്സ്ഫോളിയേറ്റ് ചെയ്യും, മോയ്സ്ചറൈസർ ഇടും, സൺസ്ക്രീൻ ഇടും. പക്ഷെ അതേ കണ്ടോ, എൻ്റെ മുഖത്തിൻ്റെയും കൈയുടെയും ഷെയ്ഡിൻ്റെ ഡിഫറൻസ് കണ്ടില്ലേ? അപ്പോൾ ഇത് നോർമലാണ്. ഇത് ഇങ്ങനത്തെ ഉള്ള ആളുകളുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, അതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമല്ല. ചിലർക്ക് അങ്ങനെയാണ്. ഇപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എല്ലാവരും എൻ്റെ അടുത്ത് പറയും, നേരിട്ടാണെങ്കിലും എൻ്റെ അടുത്ത് ഇങ്ങനെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, എന്താ ഇങ്ങനെ, ഇതിൽ നല്ലത് മുഖം കറുത്തിട്ടാവണതായിരുന്നു അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ ആലോചിക്കും എന്തൊരു ബാലിശമായ ചിട്ടകളായിരുന്നു എന്നുള്ളത്. എന്തൊരു കോംപ്ലക്സും ഇൻസെക്യൂരിറ്റി ഒക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. ഇങ്ങനെ എന്നെക്കുറിച്ച് തന്നെ ഒന്നുമില്ല, ഒരു മതിപ്പ് അതൊക്കെ ഏറ്റവും മീതത്തെ കാര്യമല്ലേ. എനിക്ക് എന്നെക്കുറിച്ച് ഒരു ഇതുമില്ല, എനിക്ക് എന്നോട് തന്നെ ഒരു സ്നേഹമില്ല. ഭയങ്കര കോംപ്ലക്സ് ഉള്ള ഒരാളായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഞാൻ ഇങ്ങനെ വിചാരിക്കും, ദൈവം എനിക്കൊരു സൗന്ദര്യവും ഇല്ല, പഠിക്കാനും ഞാൻ മോശം, എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവില്ല. നിനക്ക് വല്ല കഴിവുണ്ടോ? അതിനവർ ചോദിക്കുന്ന പോലെയായിരുന്നു ഞാൻ എന്നോട് എന്നെ ചോദിച്ചിരുന്നിരുന്നത്. അതിൽ നിന്ന് ഞാൻ എത്ര മെച്ചപ്പെട്ടു. എനിക്ക് എന്നോട് തന്നെയുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് വെച്ചാൽ, എനിക്ക് എന്നോട് തന്നെയുള്ളൊരു സ്നേഹം തന്നെ എത്ര കണ്ടും മാറി എന്നുള്ളത് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ. ശരിക്കും എനിക്കത് പറയാണ്ടിരിക്കാൻ വയ്യ. ഐ വിഷ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും സ്റ്റോറീസിൽ വരുമ്പോഴും പലപ്പോഴും പറയുന്നത്, ടേക്ക് ടൈം, നമ്മളിലേക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നമ്മളോട് എന്തായാലും ഒരു സ്നേഹം വരും. എൻ്റെ അത് വേണം. അതാണ് ഫസ്റ്റ് നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ് കേട്ടോ അത്. അയ്യോ അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, നമ്മുടെ ബോഡിയുടെ കളർ വ്യത്യാസമായിട്ടുണ്ടാവും, അത് വിഷമിക്കേണ്ട. അത് ചിലപ്പോൾ അങ്ങനെ മാറിയെന്നൊന്നും വരില്ല. പിന്നെ വലിയ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറുമായിരിക്കും. ആസ് സച്ച് നമുക്ക് അതൊന്നും ചെയ്യാൻ നിവർത്തി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യുക, സൺസ്ക്രീൻ ഇടുക. പിന്നെ ആഴ്ചയിൽ 2 ദിവസം ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ബോഡി സ്ക്രബ് യൂസ് ചെയ്തിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുക കേട്ടോ. അത്ര തന്നെ വേണ്ടൂ. അങ്ങനെ തന്നെ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ടുണ്ടാവും കേട്ടോ. എനിക്കിപ്പോൾ നല്ല മെച്ചപ്പെട്ട ഒരു അവസ്ഥ തോന്നുന്നുണ്ട്. അടുത്തത് ഞാൻ 2 ആക്റ്റീവ്സ്, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന 2 ആക്റ്റീവ്സ് പറയാം കേട്ടോ. ഒന്ന് മിനിമലിസ്റ്റിൻ്റെ നിയാസിനമൈഡ് 10% ആണ്. നിയാസിനമൈഡ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോഴ്സ് ഒന്ന് ഷ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് നിയാസിനമൈഡ് കൊണ്ട് മാത്രം ആവില്ല. പക്ഷെ ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് പോഴ്സ് തന്നെയാണ്. മുന്നേ ഞാൻ പറയാറില്ലേ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണെന്നുള്ളത്. പക്ഷെ അത് നമുക്ക് ഈസിലി മേക്കപ്പ് വെച്ചിട്ട് മറയ്ക്കാം. പക്ഷേ ഈ പോഴ്സ് ഉണ്ടല്ലോ, അതായത് കുഴികൾ, അതിപ്പോൾ എനിക്കിപ്പോൾ ഇതാ ഒരു വർഷം ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ ലൈക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഈ കുഴി കാണാൻ പറ്റും. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന സ്കിൻ കെയറിലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കുറയുന്നില്ല. കൂടാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാണ്ട് വലിയ എഫക്റ്റ് കാണുന്നില്ല. എന്നുവെച്ചാൽ കുറയുന്നില്ല. മേ ബി കുറച്ചും കൂടി കുറേ കൂടി നാൾ യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു റിസൾട്ട് വരും തോന്നുന്നു. പിന്നെ എനിക്ക് നന്നായിട്ട് സൂട്ടാവുന്ന ഒന്നാണ് ഈവൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ട് എൻ്റെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറച്ചിട്ടുള്ള ഒന്നാണ് വിറ്റമിൻ സി സിറം. അപ്പോൾ ഇത് നൈക്കയുടെയാണ്. ഇതിന് 2നും നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 2 ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നം എന്താണെന്ന് നോക്കണം. വിറ്റമിൻ സി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എസ്പെഷ്യലി നമ്മൾ രാവിലെ അപ്ലൈ ചെയ്യുകയാണ് വിറ്റമിൻ സി, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇത്രയും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല പ്രൊട്ടക്ഷനാണ്. പക്ഷേ വിറ്റമിൻ സി നമ്മൾ അലർജിക്ക് ആവരുത്. പിന്നെ രാവിലെ അപ്ലൈ ചെയ്യുക വെച്ചാൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. രാത്രി നമുക്ക് വിറ്റമിൻ സി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഒരു ഈവൻ സ്കിൻ ടോണിലേക്ക് അതിന് നമ്മുടെ സ്കിന്നിനെ കൊണ്ടുവരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിയാസിനമൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പോഴ്സൊക്കെ ചെറുതായിട്ടൊന്ന് ഷ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എഗെയിൻ ഒരു ഈവൻ സ്കിൻ ടോൺ തരാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇത്. 2 നമുക്ക് രാവിലെയും വൈകിട്ടുമായിട്ട് യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ലിപ്സിന് വേണ്ടിയിട്ടുള്ള 2 എണ്ണം നോക്കാം കേട്ടോ. എൻ്റെ നല്ലോണം ഡ്രൈ ആയിട്ടുള്ള ലിപ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെനാഷിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ഉണ്ട്. ഇതെന്തോ അടിപൊളിയാണെന്നറിയോ. ഇതിന് 600 രൂപയുണ്ട് കേട്ടോ. പക്ഷെ ശരിക്ക് നമ്മുടെ ലിപ്സ് ഇങ്ങനെ പീൽ ഓഫ് ആയി പോകുന്നതുണ്ടല്ലോ, നല്ലോണം ഹെൽപ്പ് ചെയ്യണതാണ്. രാത്രി ഇത് അപ്ലൈ ചെയ്ത് കിടന്നാൽ മതി. നല്ല ഹൈഡ്രേറ്റിങ്ങും മോയ്സ്ചറൈസിങ്ങും ആണ് കേട്ടോ. അത്
ജസ്റ്റ് കുറച്ചല്ല നല്ലോണം എടുക്കാം, നന്നായിട്ട് അപ്ലൈ ചെയ്യുക, കിടന്നുറങ്ങാം. പിറ്റേ ദിവസം രാവിലേക്ക് സെറ്റാണ് കേട്ടോ. എന്നാലും എനിക്ക് ഈ ടെൻഷൻ വരുമ്പോഴും അതുപോലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ ചുണ്ടിങ്ങനെ കടിച്ച് അതിൻ്റെ തൊലി ഇങ്ങനെ അടർത്തി പൊട്ടിക്കുന്ന ശീലം നല്ലോണം ഉണ്ട്. അതൊക്കെ നമ്മൾ തന്നെ വിചാരിച്ച് മാറ്റണം കേട്ടോ. അതുപോലെ ചുണ്ട് എപ്പോഴും നനയ്ക്കാം, ചുണ്ട് എപ്പോഴും കടിക്കുക, ഇതൊക്കെ ചുണ്ട് ഡാർക്ക് ആക്കാനും ഭയങ്കര ഡ്രൈ ആക്കുകയും ചെയ്യും കേട്ടോ. മാറ്റി വെക്കുക, എന്നിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലത്. അടിപൊളി മാസ്കാണ്, നല്ല മണമാണ് കേട്ടോ. ഇപ്പോൾ ഡിസ്കൗണ്ട് ഉള്ള സമയമാണ്. രാവിലെ നമുക്ക് ഈ ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ സെറമൈഡും അതേപോലെ പെപ്റ്റൈഡും ഉള്ള ലിപ് ബാമാണ്. ഇതിൽ SPF 50 ഉണ്ട്, PA++ ഉണ്ട്, UVA and UVB ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വിലക്കുറവാണ്, ഒരു 200-300 ആ ഒരു റേറ്റിലുള്ളതാണ്. പക്ഷെ നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ. കുറച്ച് മാത്രം എടുത്തിട്ട് നമുക്ക്, ഞാനിപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ മീതിയാണ്. നല്ല മണമാണ്, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ഇത് അടിപൊളിയാണ്. ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഡസ്കി ഡീപ്പർ സ്കിൻ ടോണിനും നന്നായിട്ട് ചേരുന്നതാണ് കേട്ടോ. ഇത് ലവ് ചൈൽഡ് ബൈ മസാബ, ഷെയ്ഡ് ഹുക്കും എന്നാണ് കേട്ടോ ഷെയ്ഡിൻ്റെ പേര്. നല്ലൊരു അടിപൊളി ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ വിചാരിച്ചത് ഭയങ്കര ഡാർക്കായിരിക്കുന്നു, പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തെന്ന് വെച്ചാൽ എല്ലാവർക്കും ചേരുന്ന ഒരു ലിപ് ഷെയ്ഡാണ് കേട്ടോ. ഇതിന് കുറച്ച് വിലയുണ്ട്, 900 rupees ഉണ്ട്. പക്ഷെ ഇപ്പം എന്തായാലും ഡിസ്കൗണ്ട് ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ഷെയ്ഡാണ്, പറ്റിച്ചാൽ മേടിച്ചോളൂ കേട്ടോ. പിന്നെ അടുത്തത് ലിപ്സ്റ്റിക്കിൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട, ഈ അടുത്തായിട്ട് ഞാൻ സ്ഥിരം യൂസ് ചെയ്യണത്, എപ്പോഴും പറയണതാണ് സ്റ്റേസിൻ്റെ ലിപ്സ്റ്റിക്ക്. ഇത് കണ്ടോ, 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിൽ സ്കാർലറ്റ് വിസ്പറും അതേപോലെ സ്കാർലറ്റ് വിസ്പറിങ്. ഇത് തീരാറായി, അതുകൊണ്ട് വേറെ ഒരെണ്ണം ഉള്ളത്. അത് സ്കാർലറ്റ് വിസ്പർ ഈ ഷെയ്ഡ് ഉണ്ടല്ലോ, ഒരു ഭാഗത്ത് ന്യൂഡും ഒരു ഭാഗത്ത് ഡാർക്കും ആണ്. ഇത് ഷെയ്ഡ് വൈസും ഭയങ്കര അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇത് നമുക്ക് പലതരത്തിൽ യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ 3 ഷെയ്ഡെങ്കിലും മിനിമം ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ രീതിക്ക് നോക്കുമ്പോൾ ഭയങ്കര ലാഭമല്ലേ. ഈ ലിപ്സ്റ്റിക്ക് എന്തായാലും മേടിച്ചു നോക്കുക, എന്തായാലും. ഇത് വിലയും കുറവാണ്, ഒരു 300-400 റേറ്റിൽ എനിക്ക് തോന്നുന്നു ദി ബെസ്റ്റാണ്. നല്ല ലോങ് ലാസ്റ്റിങ്ങും ആണ് കേട്ടോ. നമ്മൾ കുറച്ചധികം പ്രോഡക്ട്സിനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ കറപറ സംസാരങ്ങൾ വേറെ ഉണ്ടായി. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് എല്ലാം തപ്പി പിടിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കും. മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി, കാരണം ഡിസ്കൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ച് കറപറാന്ന് മേടിക്കേണ്ട. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെങ്കിലും മേടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ബാക്കപ്പ് വേണമെങ്കിൽ മേടിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.